Welcome all. Now we will discuss some special power functions. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് z⁻n ഫോമിലുള്ള പവർ ഫംഗ്ഷൻസിനെയാണ് വേർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അതിൽ ആദ്യം n ഈക്വൽ ടു 2 കൊടുത്തിട്ടുള്ള കേസാണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് f of z is equal to z². അപ്പോൾ നമുക്ക് z-ന് r ഇൻറ്റു e⁻i⁵ എന്നും w-ന് റോ ഇൻറ്റു e⁻i⁵ എന്നും റെപ്രസെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ w ഈക്വൽ ടു z² എഴുതി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റോ ഈക്വൽ ടു r² ആണ് ആൻഡ് phi ഈസ് ഈക്വൽ ടു 2θ പ്ലസ് 2n pi where n is an integer. Okay, this means that modulus of w is equal to modulus of z² and argument of w is equal to 2 into argument of z. Okay, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ w ഈക്വൽ ടു z² എന്ന് പറയുന്ന മാപ്പിങ്ങിൽ എന്താണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ z-ൻ്റെ മോഡുലസ് എന്താണോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ഇമേജ് ആയിട്ടുള്ള w-ൻ്റെ മോഡുലസ്. അതുപോലെ z-ൻ്റെ ആർഗ്യുമെൻ്റ് എന്താണോ അതിൻ്റെ ഡബിൾ ആയിരിക്കും ഇമേജ് ആയിട്ടുള്ള w-ൻ്റെ ആർഗ്യുമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ മാപ്പിംഗ് നടക്കുന്നത്. ഇനി നമ്മൾ ജനറൽ കേസിലേക്ക് നോക്കുകയാണ്. നൗ കൺസിഡർ ദ മാപ്പ് f of z is equal to z⁻n where n is greater than 2. ഇതേപോലെ തന്നെ w ഈക്വൽ ടു റോ e⁻i⁵ എന്നും z ഈക്വൽ ടു r e⁻i⁵ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് w ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് z⁻n ആൻഡ് ആർഗ്യുമെൻറ്റ് ഓഫ് w ഈസ് ഈക്വൽ ടു n ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് z എന്നായിരിക്കും. ഓക്കെ, ഇതിൻ്റെ അർത്ഥം z-ൻ്റെ ഇമേജ് w ആണെങ്കിൽ അതെങ്ങനെയാണ് കിട്ടണമെന്ന് വെച്ചാൽ z-ൻ്റെ മോഡുലസ് എന്താണോ അതിനെ nth പവർ എടുക്കണം w-ൻ്റെ മോഡുലസിലേക്ക് എത്താൻ. ഓക്കെ, അതുപോലെ z-ൻ്റെ ആർഗ്യുമെൻ്റ് എന്താണോ അതുകൊണ്ട് അതിനെ n കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അതിൻ്റെ ഇമേജ് ആയിട്ടുള്ള w-ൻ്റെ ആർഗ്യുമെൻറ്റ്. Okay, so this is the map f of z is equal to z⁻n. Now we consider the power functions of the form z⁻1/n where n is greater than or equal to 2. അതിൽ ആദ്യം n equal to 2ൻ്റെ കേസ് നോക്കാം. ദാറ്റ് ഈസ് f of z is equal to z⁻1/2. അതിൽ നമുക്കറിയാം ദ പ്രിൻസിപ്പൽ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ z⁻1/2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പവർ കാണുന്ന പ്രോബ്ലംസിലൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് z⁻1/2നെ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് ഇവിടെ ഫോർമുല ആയിട്ട് കാണിച്ചിട്ടുള്ളത്. f of z is equal to z⁻1/2 is equal to മോഡ് z-ൻ്റെ പവർ 1/2 എടുക്കണം ഇൻറ്റു കോസ് ആർഗ്യുമെൻറ്റ് ഓഫ് z ഡിവൈഡ് ബൈ 2 പ്ലസ് i ഇൻറ്റു സൈൻ ആർഗ്യുമെൻറ്റ് ഓഫ് z ഡിവൈഡ് ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് മോഡ് z ഇൻറ്റു e⁻i arg z by 2. That is the formula for principal square root function. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസ് ജനറൽ കേസാണ്. ദാറ്റ് ഈസ് f of z is equal to z⁻n where n is greater than 2. ആ സമയത്തും നമുക്ക് z⁻1/n എഴുതാനുള്ള ഫോർമുലയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ മോഡ് z-ൻ്റെ പവർ 1/n എടുക്കണം ആൻഡ് e⁻i⁵ നമ്മൾ പവർ 1/n എടുക്കുമ്പോൾ അത് ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് e⁻i arg z by n എന്നാണ് വരിക. ദാറ്റ് ഈസ് f of z is equal to nth root of mod z into e⁻i arg z by n. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ഫോർമുലാസും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ദെൻ ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ സർക്കുലർ ആർക്ക് ഡിഫൈൻഡ് ബൈ mod z equal to 2, 0 less than or equal to arg z less than or equal to π/2 അണ്ടർ ദ മാപ്പിംഗ് w equal to z². ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള കർവ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ 0 മുതൽ π/2 വരെയുള്ള പോർഷനാണ്. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള സർക്കിളിൻ്റെ ആ ഒരു കർവിനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ സിയിലുള്ള ഓരോ പോയിൻറ്റിലും മോഡുലസ് എന്ന് പറയുന്നത് 2ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാപ്പ് എന്ന് പറയുന്നത് w equal to z² ആയതുകൊണ്ട് ഈ മോഡുലസിന് അത് സ്ക്വയർ ചെയ്യും. ദാറ്റ് മീൻസ് മോഡുലസ് 4ലേക്ക് കൺവേർട്ട് ആവും. ഇമേജുകളുടെ ഒക്കെ മോഡുലസ് 4 ആയിരിക്കും. ഓക്കെ, ഇനി ആംഗിൾ നോക്കുകയാണെങ്കിൽ 0 മുതൽ π/2 വരെയാണ് സിയിൽ പോയിൻറ്റ്സിൻ്റെ ആംഗിൾ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് w-ൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് കിട്ടുക. അതായത് 0 less than or equal to arg z less than or equal to π/2 മൊത്തത്തിൽ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 0 less than or equal to 2 ഇൻറ്റു ആർഗ്യുമെൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ എന്ന് വരും. ദാറ്റ് ഈസ് 2 ഇൻറ്റു arg z ആണ് arg w എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 0 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു arg w ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ എന്ന് കിട്ടും. കാരണം w ഈക്വൽ ടു z² എന്ന് പറയുന്ന മാപ്പിങ്ങിൽ മോഡ് w മോഡ് z² arg w 2 ഇൻറ്റു arg z ആയതുകൊണ്ടാണ്.
അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടുന്നതും എഗെയിൻ ഒരു സർക്കിളിൻ്റെ പോർഷൻ തന്നെ ആയിരിക്കും. ആ സർക്കിളിൻ്റെ റേഡിയസ് 4 ആൻഡ് ആർഗ്യുമെൻറ്റ് 0 to π വരെ മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് ഫുൾ സർക്കിൾ അവിടെ ഇല്ല, പകുതി സർക്കിളാണ് ഉള്ളൂ. ഓക്കെ, അതിൻ്റെ പിക്ചറാണ് താഴെ കൊടുത്തിട്ടുള്ളത്. Now moving to the next problem, find the image of the line y equal to k where k is not equal to 0 under w equal to z square. Okay, again w equal to z square ആണ് ഇവിടെ നമ്മുടെ മാപ്പിംഗ്. പക്ഷേ ഇവിടെ സർക്കിൾ പോലെയല്ല നമുക്ക് തന്നിട്ടുള്ളത്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനാണ്. അപ്പോൾ സർക്കിളിൽ നമുക്കറിയാം എല്ലാ പോയിൻറ്റ്സിൻ്റെയും മോഡുലസ് ഒക്കെ സെയിം ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ നോക്കാമായിരുന്നു. പക്ഷേ ഇവിടെ y equal to k എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മോഡുലസും ഡിഫറെൻ്റ് ആണ്, ആംഗിളും ഡിഫറെൻ്റ് ആണ് ഓരോ പോയിൻറ്റ്സിൻ്റെയും അല്ലേ. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് വേണം അത് നോക്കാനായിട്ട്. അപ്പോൾ w equal to z സ്ക്വയറിൽ നമ്മൾ z-ന് x+i/y കൊടുത്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ മാപ്പിങ്ങിൻ്റെ യുവും വിയും, അതായത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്താണെന്ന് കിട്ടും. ദാറ്റ് ഈസ് u is equal to x² - y² ആൻഡ് v is equal to 2xy. ഓക്കെ, ഇനി ഇതിൽ c എന്ന് പറയുന്ന നമ്മുടെ കയ്യിലുള്ള കർവ് y equal to k ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ c എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് x+ik ആണെന്ന് മനസ്സിലാവും. അതായത് വൈക്ക് പകരം നമ്മൾ k കൊടുത്തു, അപ്പോൾ x+ik എന്ന് കിട്ടി. അതിൽ എക്സിൻ്റെ റണ്ണിങ് അപ്പോൾ നമ്മൾ പറയണം, എക്സിന് ലൈനിൽ നോക്കുമ്പോൾ -∞ മുതൽ ∞ വരെ റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ c എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ x+ik ആണ്, വെർ -∞ ലെസ് ദാൻ x ലെസ് ദാൻ ∞. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ യുവിലും വിയിലും ചെക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ y equal to k എന്ന് പറഞ്ഞ ലൈനാണ് നമ്മുടെ c. അപ്പോൾ അതിൻ്റെ ഇമേജാണ് നമുക്ക് അറിയേണ്ടത്. സോ u equal to x² - y² y equal to k കൊടുത്തു കഴിയുമ്പോൾ x² - k² എന്നാവും. അതുപോലെ v എന്ന് പറയുന്നത് 2xk ആകും ഫോർ z എലമെൻറ്റ് ഓഫ് ദി ലൈൻ y equal to k. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് v² is equal to 4k² into u plus k² എന്നാണ്. This is an equation of a parabola having vertex at -k², 0 and facing to the right side. അല്ലേ, അപ്പോൾ നമുക്ക് മനസ്സിലായത് ഹൊറിസോണ്ടൽ ലൈൻ y equal to kയുടെ ഇമേജ് ആയിട്ട് നമുക്ക് കിട്ടിയത് ഒരു പരാബോളയാണ്. അത് റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ടുള്ള -k², 0 വെർട്ടെക്സ് ആയിട്ടുള്ള പരാബോളയാണ്. ഓക്കെ, സോ നമ്മൾ മറ്റേ രീതിയിലും വേണമെങ്കിൽ ചിന്തിക്കാം. ഓരോ പോയിന്റുകളെയും അതിൻ്റെ മോഡുലസിനെ സ്ക്വയർ ചെയ്തു, അതുപോലെ ആംഗിളിനെ 2 കൊണ്ട് ഗുണിച്ചു എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരാബോളയുടെ ഷേപ്പിലേക്ക് തന്നെ അതിൻ്റെ ഇമേജ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് 0, 1+i ആൻഡ് 1 - i അണ്ടർ w equal to z square. അപ്പോൾ അവിടെ വരച്ചിട്ടുണ്ട് നമ്മുടെ ട്രയാങ്കിൾ, തന്നിട്ടുള്ള ട്രയാങ്കിൾ. അപ്പോൾ അതിൻ്റെ വേർട്ടിസസിന് ഞാൻ 0, O, A, B എന്ന് നെയിം ചെയ്തു. ഇനി അതിൽ ആദ്യത്തെ സൈഡ് നമ്മൾ എടുക്കുകയാണ് OA. അതിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ആർഗ്യുമെൻറ്റ് π/4 ആണ് എല്ലാ പോയിൻറ്റ്സിനും. അതുപോലെ മോഡുലസ് 0 മുതൽ √2 വരെയാണ് വാരി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമേജസ് നമ്മൾ നോക്കുമ്പോൾ ആർഗ്യുമെൻറ്റിന് എന്ത് സംഭവിക്കും, അതിനെ *2 ചെയ്യേണ്ടി വരും, കാരണം w equal to z² ആണ് മാപ്പ്. അപ്പോൾ *2 ചെയ്യുമ്പോൾ π/2 എന്ന് മനസ്സിലാവും. അതുപോലെ മോഡുലസ് വാരി ചെയ്യുന്നത് 0 മുതൽ √2 വരെ ഉള്ളത് 0 മുതൽ √2ൻ്റെ സ്ക്വയർ വരെ വാരി ചെയ്യും, അതായത് 0² മുതൽ √2ൻ്റെ സ്ക്വയർ വരെ, ദാറ്റ് മീൻസ് 0 മുതൽ 2 വരെ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ പറഞ്ഞ OA എന്ന് പറയുന്ന സൈഡിൻ്റെ ഇമേജ് ആയിട്ട് വരുന്നത് എഗെയിൻ ഒരു ലൈൻ സെഗ്മെൻറ്റ് തന്നെയാണ്. ആംഗിൾ π/2 ആണ്, 0 മുതൽ 2 വരെയാണ് മോഡുലസ് വാരി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ v ആക്സിസിലല്ല, ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ് 0 മുതൽ 2i വരെയുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇമേജ് ഓഫ് OA ഈസ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് 0 and 2i ഇൻ ദ v ആക്സിസ്. ഇതേപോലെ നമ്മൾ OB നോക്കിക്കഴിഞ്ഞാലും ഇതേപോലെ തന്നെ നമുക്ക് ഐഡിയയിൽ OBയുടെ ഇമേജ് ആയിട്ട് വരുന്നത് ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ് ജോയിനിങ് 0 and -2i ഇൻ ദ v ആക്സിസ്. ഓക്കെ, നേരത്തെ കിട്ടിയത് 0 and 2i ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ്. ഇവിടെ കിട്ടുന്നത് 0 and -2i ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ്. കാരണം OBയിലുള്ള പോയിൻറ്റ്സിനെല്ലാം ആർഗ്യുമെൻറ്റ് -π/4ഉം മോഡുലസ് വാരി ചെയ്യുന്നത് 0 to √2 ആയതുകൊണ്ട് W നോക്കുമ്പോൾ z എന്ന് പറയുന്നത് -π/2 ആയിരിക്കും ആൻഡ് മോഡുലസ് വാരി ചെയ്യുന്നത് 0 to 2 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് 0 and -2i. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന AB എന്ന് പറയുന്ന ലൈനാണ്. ആ ലൈനിൽ അവിടെ z ഈക്വൽ ടു ആ ലൈനിൽ ഇമാജിനറി പാർട്ട് 1 ആണ്.
റിയൽ പാർട്ട് എല്ലാവർക്കും 1 ആണ്. അപ്പോൾ നമുക്ക് സെഡിനെ എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ എക്സിന് പകരം 1 കൊടുക്കാം. അപ്പോൾ സെഡ് ഈക്വൽ ടു 1 പ്ലസ് ഐ വൈ എന്ന് എഴുതാൻ പറ്റും. അതിൽ തന്നെ വൈ റണ്ണിങ് എവിടെ തൊട്ട് എവിടെ വരെ ഉള്ളൂ, -1 മുതൽ 1 വരെ ഉള്ളൂ. ഫിഗറിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ട് അത് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ജനറൽ കേസിലേക്ക് വരികയാണ്. യു ഈക്വൽ ടു x² - y², വി ഈക്വൽ ടു 2xy ആണെന്ന് അറിയാം, ഡബ്ല്യു ഈക്വൽ ടു z² എന്ന് പറയുന്ന മാപ്പിന്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് യുവും വിയും ഇൻ ടേംസ് ഓഫ് വൈയിൽ കിട്ടി. വേർ വൈ റൺസ് ബിറ്റ്വീൻ -1 and 1. അത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് v² ഈസ് ഈക്വൽ ടു -4 ഇൻറ്റു u - 1 എന്നാണ്. വേർ വി റൺസ് ബിറ്റ്വീൻ -2 and 2. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാണ്? എഗെയിൻ ഒരു പരാബോളയുടെ ഇക്വേഷനാണ്. അതിൻ്റെ വെർട്ടെക്സ് 1,0 ആൻഡ് ഫേസിങ് ടു ദ ലെഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പിക്ചറൈസേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ട്രയാങ്കിളാണ് നമ്മുടെ തന്നിട്ടുള്ള ഫിഗർ. ആൻഡ് അതിൻ്റെ ഇമേജ് അണ്ടർ ഡബ്ല്യു ഈക്വൽ ടു z² കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ 0 മുതൽ 2 വരെ ജോയിൻ ചെയ്തിട്ടുള്ളത്, 2 എന്ന് പറഞ്ഞാൽ 2i y ആക്സിസിൽ. അപ്പോൾ 0 മുതൽ 2 വരെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് OAയുടെ ഇമേജ്. ആൻഡ് 0 മുതൽ -2i വരെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് OBയുടെ ഇമേജ്. ആൻഡ് ABയുടെ ഇമേജായിട്ട് വരുന്നത് ആ പരാബോളയാണ്. ഓക്കെ, so this is the image of the triangle. Now moving to the next question, determine the image of mod z less than or equal to 2, 0 less than or equal to arg z less than or equal to pi by 2 under w equal to z³. അപ്പോൾ ഇതേ ഒരു ഐഡിയയിൽ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് ഒരു സർക്കിളിൻ്റെ ഇൻസൈഡാണ്, പക്ഷേ സർക്കിൾ ഫുള്ളായിട്ടില്ല, 0 മുതൽ pi by 2 വരെ ഉള്ളതേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള സർക്കിളും സർക്കിളിൻ്റെ ഇൻസൈഡുമാണ്. ദാറ്റ് മീൻസ് ഒരു ക്വാർട്ടർ ഡിസ്ക് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് ഓഫ് റേഡിയസ് 2. അപ്പോൾ ഡബ്ല്യു ഈക്വൽ ടു z³ ആണ് നമ്മുടെ മാപ്പിംഗ്. അപ്പോൾ മോഡുലസ് നമുക്കറിയാം, നമ്മുടെ തന്നിട്ടുള്ള ഫിഗറിൽ മോഡുലസ് 0 മുതൽ 2 വരെയാണ് വാരി ചെയ്യുന്നത്. അപ്പോൾ z³ എന്ന് പറയുന്ന മാപ്പിങ്ങിൽ അത് 0 മുതൽ 2³ വരെ വാരി ചെയ്യും, ദാറ്റ് ഈസ് 8 വരെ വാരി ചെയ്യും. അതുപോലെ ആർഗ്യുമെൻറ്റ് 0 മുതൽ pi by 2 വരെയാണ് നമ്മൾ തന്നിട്ടുള്ള പോർഷനിൽ വാരി ചെയ്യുന്നത്. അപ്പോൾ z³ ആയതുകൊണ്ട് ഇമേജസിൻ്റെ ആർഗ്യുമെൻറ്റ് എവിടെ വരെ വാരി ചെയ്യും? 0 ഇൻറ്റു 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 0 ഇൻറ്റു 3 മുതൽ pi by 2 ഇൻറ്റു 3 വരെ വാരി ചെയ്യും. അതായത് 0 മുതൽ 3 pi by 2 വരെ വാരി ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എഗെയിൻ ഒരു സർക്കിളിൻ്റെ പോർഷൻസ് തന്നെയായിരിക്കും, സർക്കിളും സർക്കിളിൻ്റെ ഇൻസൈഡും. പക്ഷേ ഫുൾ സർക്കിളില്ല, 0 മുതൽ 3 pi by 2 വരെയുള്ള ഭാഗമാണ് ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, then moving to the fifth problem, find the value of z raised to 1 by n at the given point z. First question, z raised to 1 by 3 കണ്ടുപിടിക്കണം at z equal to I, and z raised to 1 by 5 കണ്ടുപിടിക്കണം at z equal to 1 minus √3i. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം നമ്മൾ z equal to I എടുക്കുന്നു. അതിൻ്റെ ആർഗ്യുമെൻറ്റും മോഡുലസും നമുക്കറിയാം. മോഡുലസ് 1 ആണ്, ആർഗ്യുമെൻറ്റ് pi by 2 ആണ്. അപ്പോൾ അതിനെ അതിൻ്റെ പോളാർ ഫോമിൽ എഴുതി. സോ 1 ഇൻറ്റു കോസ് pi by 2 പ്ലസ് I sin pi by 2. ഇനി പവർ 1/3 ആണ് എടുക്കേണ്ടത്. പവർ 1/3 എടുക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന മോഡുലസിന് 1/3 പവർ കിട്ടും. ഉള്ളിലിരിക്കുന്ന തീറ്റനെ 1/3 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, സോ വി ഗെറ്റ് ദ ആൻസർ ഈസ് I raised to 1/3 ഈസ് ഈക്വൽ ടു √3/2 പ്ലസ് I ഇൻറ്റു 1/2. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ദാറ്റ് ഈസ് z ഈക്വൽ ടു 1 മൈനസ് √3i ആണ്. അപ്പോൾ ആ പോയിൻറ്റിൻ്റെ മോഡുലസും ആർഗ്യുമെൻറ്റും ഫോർമുലാസ് വെച്ച് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മോഡ് z 2 ആണെന്നും ആർഗ്യുമെൻറ്റ് -pi/3 ആണെന്നും കിട്ടും. അപ്പോൾ അതിൻ്റെ പോളാർ ഫോമിൽ എഴുതിയതിന് ശേഷം പവർ 1/5 എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2 raised to 1/5 ഇൻറ്റു കോസ് -pi/15 ആൻഡ് പ്ലസ് I ഇൻറ്റു സൈൻ -pi/15. ഓക്കെ, നൗ ദ പ്രോബ്ലം ഈസ് ഫൈൻഡ് ദ ഇമേജ് ഓഫ് S where mod z less than or equal to 4, pi by 2 less than or equal to arg z less than or equal to pi under the principal square root function. എന്ന് പറഞ്ഞാൽ z raised to 1/2 ആണ് നമ്മുടെ മാപ്പ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് അഗെയിൻ 4 റേഡിയസ് ഉള്ള സർക്കിളും അതിൻ്റെ ഉൾഭാഗമാണ്. പക്ഷേ pi by 2 മുതൽ pi വരെയുള്ള പോർഷനേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള പോർഷൻ മാത്രമാണ് ഉള്ളൂ. അതിന് z raised to 1/2 ആണ് മാപ്പിംഗ് കൊടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മോഡുലസിന് എന്ത് സംഭവിക്കും? മോഡുലസിനും അതുപോലെ നമ്മൾ റൂട്ട് എടുക്കേണ്ടി വരും. അതായത് 0 മുതൽ 4 വരെയാണ് മോഡുലസ് വാരി ചെയ്യുന്നത് എങ്കിൽ z raised to 1/2 0 മുതൽ 2 വരെയാണ് മോഡുലസ് വാരി ചെയ്യുള്ളൂ. അതുപോലെ ആർഗ്യുമെൻറ്റ് വാരി ചെയ്യുന്നത് pi by 2 മുതൽ pi വരെയാണ് നമ്മുടെ ഫിഗറിൽ. അപ്പോൾ ഇമേജസ് നോക്കുമ്പോൾ അവിടെ നമ്മൾ 1/2 കൊണ്ട് ഗുണിക്കണം. ദാറ്റ് ഈസ് pi by 4 മുതൽ
π/2 വരെയാണ് ആർഗ്യുമെൻറ്റ് ഇമേജിന് വാരി ചെയ്യുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് 2 റേഡിയസ് ഉള്ള സർക്കിളും അതിൻ്റെ ഇൻസൈഡുമാണ്. പക്ഷേ ഒരു കുഞ്ഞു പോർഷനേ ഉള്ളൂ. π/4 മുതൽ π/2 വരെയുള്ള പോർഷൻ മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ പിക്ചറിൽ കാണുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇൻവേഴ്സ് ഫങ്ഷൻസ്. നമ്മൾ റിയലിൽ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷൻസിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും ഇഫ് ദ ഫംഗ്ഷൻ ഈസ് 1 1. അപ്പോൾ ആദ്യം 1 1 ഫംഗ്ഷൻ എന്താണെന്ന് പറയുന്നു. ഒരു ഫംഗ്ഷൻ 1 1 ആവുന്നത് ഇപ്പോൾ f(z) is equal to f(z1), f(z1) is equal to f(z2) implies z1 equal to z2, or equivalently z1 not equal to z2 implies f(z1) not equal to f(z2) എന്നും പറയാം. അതായത് ഇമേജസ് ഈക്വൽ ആകുമ്പം എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കണം. അതായത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് ആയിരിക്കണം. ഓക്കെ, ഇനി ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം ഒരു ഫംഗ്ഷൻ 1 1 ആണ്, അതിൻ്റെ ഡൊമെയിൻ എ ആണ്, റേഞ്ച് ബി ആണ് എങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ ഡൊമെയിൻ ബി ആയിരിക്കും, അതിൻ്റെ റേഞ്ച് എ ആയിരിക്കും. ഡിഫൈൻഡ് ബൈ എഫ് ഇൻവേഴ്സ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇഫ് സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ഡബ്ല്യു. ഓക്കെ, that is w equal to f of z implies and implied by z is equal to f inverse of w if f is 1 1. Now we consider the inverse functions of z raised to n for n greater than or equal to 2. Function f of z is equal to z raised to n 1 1 ആണ് on the set defined by minus pi by n less than arg z less than or equal to pi by n. ഈ ഒരു ഭാഗത്താണ് അതിന് നമുക്ക് 1 1 കിട്ടുള്ളൂ. അതുകൊണ്ട് പോരാത്തതിന് ഈ പറഞ്ഞ z raised to n ൻ്റെ ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇമേജ് ഓഫ് ദി എബോവ് സെറ്റ് എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ എൻ ലെസ് ദാൻ ആർഗ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ എൻ. ആ ഒരു സെറ്റിൻ്റെ ഇമേജ് അണ്ടർ ദ മാപ്പ് z raised to n നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കോംപ്ലക്സ് നമ്പേഴ്സ് കിട്ടും എക്സെപ്റ്റ് 0. ഓക്കെ, സോ ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. 1 1 ആയതുകൊണ്ട് ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ nth റൂട്ട് ഫംഗ്ഷൻ ആയിരിക്കും z raised to 1 by n വിത്ത് ഡൊമൈൻ c മൈനസ് ഇറ്റ് 0 ആൻഡ് റേഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞ മൈനസ് പൈ ബൈ എൻ ലെസ് ദാൻ ആർഗ് ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ എൻ വരെ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് പ്രോബ്ലംസ് നോക്കാം. ഷോ ദാറ്റ് എഫ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു z പ്ലസ് 3i ഈസ് 1 1 ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ്. ജസ്റ്റ് ചെക്ക് ചെയ്യാം. എഫ് ഓഫ് z1 ഈക്വൽ ടു എഫ് ഓഫ് z2 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് z1 ഈക്വൽ ടു z2 എന്ന് കിട്ടും. സോ 1 1 ആണ്. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻവേഴ്സിൽ നമ്മൾ w എന്ന് പേര് വിളിച്ചു. w ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് z ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ z-നെ നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് w എന്ന് എഴുതാം. എഫ് ഓഫ് w എന്ന് പറഞ്ഞാൽ w പ്ലസ് 3i ആണ്. അപ്പോൾ അവിടെ നിന്ന് w ആരാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ z മൈനസ് 3i എന്ന് കിട്ടും. ദാറ്റ് ഈസ് w ആണ് നമ്മുടെ എഫ് ഇൻവേഴ്സ് ഓഫ് z. സോ എഫ് ഇൻവേഴ്സ് ഓഫ് z ഇസ് ഈക്വൽ ടു z മൈനസ് 3i. റിയലിൽ കാണുന്ന പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. And the last question is, show that f of z is equal to z square is 1 1 on minus pi by 2 less than arg z less than or equal to pi by 2. അപ്പോൾ ഇവിടെ നമുക്ക് 1 1 ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോളാർ ഫോമാണ് യൂസ് ചെയ്യുന്നത്. z1 z2 എടുക്കുന്നു, 2 പോയിൻറ്റ്സ് വിത്ത് പോളാർ ഫോം r1 e raised to i theta 1 and r2 e raised to i theta 2 where theta 1 and theta 2 are in between minus pi by 2 and pi by 2. Then f of z1 equal to f of z2 implies r1 e raised to i theta 1 square is equal to r2 e raised to i theta 2 square. Simplifying this, we can see that r1 square is equal to r2 square and 2 theta 1 is equal to 2 theta 2 where 2 theta 1 and 2 theta 2 lies in between minus pi and pi, leads to the result that r1 equal to r2 since both r1 and r2 are positive and theta 1 is equal to theta 2, means the two complex numbers are the same. Therefore, the function is 1 1. Okay, so these are the problems. Thank you.